This is biryani and a favorite dish. ഓരോ തവണ ബിരിയാണി തിന്നുമ്പോഴും ഐ ഫോൾ ഇൻ ലവ് വിത്ത് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ബട്ട് ബിരിയാണിക്ക് കുറേ ഫേമസ് വെറൈറ്റീസ് ഉണ്ടെങ്കിലും അതൊന്നും ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്തിട്ടില്ല. So ഞാനിന്ന് എല്ലാ ഫേമസ് വെറൈറ്റി ബിരിയാണീസും ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഹൈദരാബാദ് കിച്ചണിൽ എത്തിയിട്ടുള്ളത്. പേടിക്കണ്ട, ഞാൻ മാത്രമല്ല, നമ്മളെ ഒഫീഷ്യൽ ഫുഡ് റിവ്യൂയർ വിക്കി വന്നിട്ടുണ്ട്. ഇവനാണ് പറഞ്ഞത് ഇവിടെയാണ് ഏറ്റവും ഒത്തന്റിക് ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി കിട്ടാന്ന്. ടൂലേ സാധനം ഉറപ്പായും കിട്ടും. കേരളത്തിൽ ഇവിടത്തെ കാണുന്ന ഹൈദരാബാദ് ബിരിയാണി കിട്ടുന്ന സാരം ഇല്ലാന്നാണ്. ഹൈദരാബാദ് കിച്ചൺ എന്നാണ് പേരും കൂടി. അപ്പം നല്ല ബിരിയാണി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വിക്കിന്റെ ഡയലോഗിന്റെ കൂടെ ഗൂഗിളിലെ ഈ രണ്ട് റിവ്യൂ കൂടെ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി ഇത് ഒതന്റിക് ഹൈദരാബാദി ബിരിയാണിയാണ്. ഇനി ഈ സാധനം ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ഇതാണ് ദ ഫേമസ് ഹൈദരാബാദി ബിരിയാണി. ഈ സാധനം ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണി ഇതിനു മുമ്പേ ട്രൈ ചെയ്തിട്ടുണ്ട്, മോസ്റ്റ് എക്സ്പെൻസീവ് ബിരിയാണിന്റെ വീഡിയോ ചെയ്ത സമയത്ത്. പക്ഷെ അത് ശരിക്കും ഒതന്റിക് ഹൈദരാബാദി ബിരിയാണി ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. വിക്കി പറഞ്ഞ പോലെ ദിസ് ഇസ് ദ ഒതന്റിക്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ടേസ്റ്റ് ദിസ്. ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്നത് തന്നെ ഈ വലിയ റൈസാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. ആക്ച്വലി എനിക്ക് ഈ ഒരു വലിയ റൈസ് ഇഷ്ടമല്ല, പക്ഷേ ഇതിനു മുന്നേ ചില വലിയ റൈസ് ബിരിയാണി തന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഹൈദരാബാദി ബിരിയാണി കൂടെ ആയതുകൊണ്ട്, ഇത്ര ഫേമസ് ആയതുകൊണ്ട് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഇവർ നമുക്ക് വെറും തൈര് മാത്രം തന്നെ, ഇതിലൂടെ അച്ചാർ തന്നിട്ടില്ല. ദാറ്റ് ഈസ് വെരി ബാഡ്. ആൻഡ് ഓൾസോ ഗൈസ്, ഈ ഒരു ഹൈദരാബാദി ബിരിയാണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. പക്ഷേ ക്ലിയർ മൈൻഡായിട്ട് ഹൈദരാബാദി ബിരിയാണി ഒരു ഫെയർ ഷോട്ട് കൊടുക്കാൻ വേണ്ടി പാടും. പൊരിച്ച കോഴി പോലെ ഉണ്ട് കേട്ടോ. ചിക്കൻ എടുക്കുക, തൈരും റൈസെല്ലാം കൂട്ടിയിട്ട്, മസാല എന്ന് പറയുക വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഡ്രൈ മസാല അതിൻ്റെ. ആക്ച്വലി സാധനം മോശമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ട്. പക്ഷേ ചിക്കൻ്റെ ആണോന്നറിയില്ല, ചെറിയൊരു സ്മോക്കി ഫ്ലേവർ അടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ അറിയില്ല. അതിനാണ് നമ്മളെ ഫുഡ് ഒഫീഷ്യൽ റിവ്യൂവർ സ്പെഷ്യലിസ്റ്റ് വിക്കിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ബട്ട് ഫോർ മീ ഗൈസ് ഇറ്റ്സ് ഗുഡ്. വെറുതെ ഒന്നല്ല ഇത് ഇത്ര ഫേമസ് ആയതെന്ന് എനിക്ക് തോന്നിപ്പോൾ. ഞാൻ ആദ്യം വിചാരിച്ച് ഈ മസാല ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ്. എനിക്ക് മസാല എല്ലാം വേണം, കുറച്ച് എരിവെല്ലാം വേണം. പക്ഷേ സാധനം നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇതില്ലേ കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈദരാബാദി ബിരിയാണി തോന്നുന്നില്ല. കുറച്ച് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ ബിരിയാണി, കേരള മലബാർ ബിരിയാണിൻ്റെ ആ ഒരു മസാല ടേസ്റ്റ് കുറച്ചും കൂടി എനിക്ക് ബിരിയാണി. ആ കാരണം വെച്ചാൽ വേറൊന്നുമല്ല, ഞാൻ മുമ്പ് കഴിച്ച സമയത്ത് അത് ഹൈദരാബാദ് കഴിച്ചില്ല. അപ്പോൾ അതിന്റെ ഫീല് വേറെയാണ്. ഇത് കുറച്ചും കൂടി ഒരു മിക്സഡ് ഫ്ലേവർ ആയി കിട്ടിയത്. ഫ്ലേവറൊക്കെ ഉള്ള നല്ല ഇതാണ്. പിന്നെ മാർഷ് പറഞ്ഞാൽ ചിക്കൻ നല്ല സ്മോക്ക് ആയിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. നമ്മൾ എപ്പത്തെ പോലെ തന്നെ വെറുതെ തിന്നൽ മാത്രമല്ല, തിന്നിട്ട് എല്ലാ ബിരിയാണിയും 10ൽ റേറ്റ് ചെയ്യുന്നതായിരിക്കും. ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഫേമസ് ബിരിയാണി ഇസ് ദ ബെസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒതന്റിക് ഹൈദരാബാദി ബിരിയാണി ഇതാണ്. ആൻഡ് ഫോർ മീ ദിസ് ഈസ് ഗുഡ്. പക്ഷേ വേൾഡ് ഫേമസ് ആവേണ്ട സാധനമൊന്നും ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അഗൈൻ ഐ വിൽ ഗിവ് ഇറ്റ് 6 out of 10 ഗൈസ്. 10ൽ 7 കൊടുക്കണ്ടേ. ഇപ്പം ഇത് ഒതന്റിക് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇതിലും ഒതന്റിക് ആയിട്ട് തിന്നണമെങ്കിൽ ഞാൻ ഹൈദരാബാദ് പോയിട്ട് തിന്നേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ പറയരുത് ഗൈസ്, നമ്മളിവിടെ ഹൈദരാബാദ് കിച്ചണിൽ വന്നിട്ട് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒതന്റിക് ആകാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ് ഓക്കെ. ഹൈദരാബാദ് ബിരിയാണി തിന്നിട്ട് നമ്മൾ നേരെ എത്തിയിരിക്കുകയാണ് അടുത്ത ഫേമസ് ബിരിയാണി എന്നാണ് തലശ്ശേരി ബിരിയാണി. ഒതന്റിക് തലശ്ശേരി ബിരിയാണി എല്ലാം മംഗലപ്പുരയിൽ പോയാലേ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് മംഗലത്തിനൊന്നും പോകാൻ വേണ്ടി എന്നാരും മംഗലം വിളിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് രാരാവിസിലാണ്. ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. അവിടെ പോയാലും തലശ്ശേരി ബിരിയാണി കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെയാണ് ഒതന്റിക് തലശ്ശേരി ബിരിയാണി കിട്ടുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയാണ്. ഇതാണ് നമ്മളെ ഫേമസ് തലശ്ശേരി ബിരിയാണി. ഇപ്പം ഞാൻ കുറേ പ്രാവശ്യം കണ്ട് കുറേ പ്രാവശ്യം നിന്നുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമാണ്. ഇത് നിന്നിട്ടാണ് ഞാൻ ബിരിയാണിൻ്റെ ഫാനായതല്ലേ. ചെറിയ ചെറിയ റൈസാണ്. നമ്മൾ നേരത്തെ ഹൈദരാബാദ് ബിരിയാണിയിൽ നിന്നും അതാണ് ഒരു വ്യത്യാസമുള്ളത്. നമുക്ക് ഈ ബിരിയാണിൻ്റെ ലേശം തൈരുണ്ട്, പിന്നെ ലേശം അച്ചാർ. യൂഷ്വലി ഇവിടുത്തെ അച്ചാർ ഇതല്ല കേസ്, ഒരു മാങ്ങയുള്ള അച്ചാർ. ഇത് ബീട്രൂട്ട് അച്ചാർ, അതെനിക്ക് ഇഷ്ടമല്ല. നല്ല വലിയ പീസും നല്ല മസാല, നല്ല ചൂട് ബിരിയാണി. 3, 2, 1. ഹൈദരാബാദി ബിരിയാണി അടിപൊളിയാന്ന് പറഞ്ഞാലും വേറെ ഏത് ബിരിയാണി അടിപൊളിയാന്ന് പറഞ്ഞാലും എൻ്റെ നാവിന് ഇതിൻ്റെ അത്ര ടേസ്റ്റുള്ള ഒരു ബിരിയാണി ഇല്ല. എന്ത് ടേസ്റ്റാണ് ഹൈദരാബാദി. സത്യം പറഞ്ഞാലോ ഓർമ്മ ഇതിൻ്റെ 7 അയലത്തെത്തൂല ഹൈദരാബാദി ബിരിയാണി. ഒരു കാരണവശാലും എത്തൂല. ബിരിയാണി ഒരു രക്ഷ പൊളി. എൻ്റെ മോനെ കൊണ്ടുപോയി. ഹൈദരാബാദൊന്നും ഒന്നുമല്ല, തലശ്ശേരി ബിരിയാണി. അതിന്
അച്ചാറും കാരടൊക്കെ ഒപ്പത്തിനൊപ്പം ഇറച്ചിയുണ്ട കറക്റ്റ് വേവ്, ഓവർ ലൂസും അല്ല ടൈറ്റും അല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എപ്പോഴും കഴിക്കുന്നതാണ് 10 തലശ്ശേരി ബിരിയാണി കൊടുക്കണം റൈസിലെ. പക്ഷേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കുറേ തിന്നതുകൊണ്ടും അത് ഇതിൻ്റെ അടുത്ത് വെക്കാൻ വേറെ ഒരു ബിരിയാണി നമ്മളിന്ന് ഹൈദരാബാദ് ബിരിയാണി ഒന്നും അടുത്ത് വെക്കാനേ പറ്റൂല കേസ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാനും ഇതിൽ 10/10 കൊടുക്കുകയാണ്. നിങ്ങൾ ബയസൊന്നും എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല കേസ്. ഞാനിത് 10/10 കൊടുക്കാം. എന്തായാലും പെട്ടെന്ന് ഈ ഒരു ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് അടുത്ത ബിരിയാണിയിലേക്ക് പോവാം. പൊളി കേട്ടോ, കിടിലം. തലശ്ശേരി ബിരിയാണി ഓൾറെഡി പെർഫെക്റ്റ് സ്കോർ നേടിയിട്ട് ആ ഒരു ബെസ്റ്റ് ബിരിയാണി ട്രോഫി കയ്യിലാക്കിയിട്ടുണ്ട്. ഇനി വേറെ ആർക്കും എന്തായാലും അത് അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ പറ്റൂലെങ്കിലും ഏതെങ്കിലും ബിരിയാണിക്ക് ഇവരെ ഒപ്പം പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലക്നൗ ബിരിയാണി തപ്പിട്ടെത്തിയിരിക്കുകയാണ് പഞ്ചാബിൽ. ലുലു മാളിലെ പഞ്ചാബ് ഗ്രില്ലിൽ നമുക്ക് ലക്നൗ ബിരിയാണി അവൈലബിൾ ആണ്. സത്യം പറഞ്ഞാൽ ഞാനോ ഇവനോ ഇതുവരെയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഇതിൻ്റെ ഫ്ലേവർ എന്താണെന്ന് ഒരു കുന്തോ അല്ല. പക്ഷേ ഇത് ഗൈസ് ഇന്ത്യയിലെ ടോപ്പ് 5 ബെസ്റ്റ് ബിരിയാണീസിൽ ഒന്നാണ്. ഞാൻ പറയുന്നില്ല, ഗൂഗിളിലുള്ള അത് തപ്പിയിട്ട് നമ്മളിവിടെ എത്തി. എന്തായാലും ഒരു ഐഡിയ ഇല്ലാണ്ട് വി ആർ ഗോയിങ് ടു ടെസ്റ്റ് ലക്നൗ ചിക്കൻ ബിരിയാണി. റെഡി? ഒരു ബിരിയാണി കഴിക്കുക, അത് റേറ്റ് ചെയ്യുക, തലശ്ശേരിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ട്രോഫി ഇവർ അടിച്ചു മാറ്റുമെന്ന് നോക്കുക. അത് മാത്രമായിരുന്നു നമ്മളെ ലക്ഷ്യം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് കൈസ് സംഭവം മനസ്സിലായത്. നമ്മൾ പോയി ചെന്ന സ്ഥലം എന്ന് പറയുന്നത് അത്ര ചെറിയ സ്ഥലമൊന്നും അല്ലായിരുന്നു. നമ്മളെ ഫേമസ് ലക്നൗ ബിരിയാണി തപ്പിയിട്ട് പഞ്ചാബിലെത്തി. പക്ഷേ കണ്ടന്റ് മാറ്റേണ്ടി വരും തോന്നുന്നു. ഐ ട്രൈഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ലക്നൗ ബിരിയാണി നാട്ട് ആക്കണ്ടേ. നമ്മൾ വന്നത് ഏതോ ലക്ഷറി സ്ഥലത്താന്ന് തോന്നുന്നത്. സംഭവം ഉള്ളിൽ അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് പഞ്ചാബ് ഗ്രില്ലിൽ കയറുന്നത്. ഇഷ്ടംപോലെ തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് മാത്രമല്ല കേട്ടോ ലക്ഷറി. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ലക്നൗ ചിക്കൻ ദം ബിരിയാണിക്ക് പ്രൈസ് 865. നമുക്ക് വേറെ നിവർത്തിയില്ല കേസ്. ലക്നൗവിൽ പോയിട്ട് കഴിക്കുന്നതിനെ കാട്ടി നല്ലത് ഇവിടുത്തെ 865 കൊടുക്കുന്നതാണ്. ആൻഡ് നമ്മൾ ഇവിടുത്തെ ചോദിച്ച് കൺഫേം ആക്കിനി ഇത് ലക്നൗ ടൈപ്പ് ബിരിയാണിയാണ്. സോ നമ്മളെന്തായാലും സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി വരട്ടെ, കാണാൻ തന്നെ എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കൈസ്. ഈ സാധനം ഓർഡർ ചെയ്ത് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ലക്നൗ ബിരിയാണി കിട്ടിയത്. പക്ഷെ വന്നപ്പോൾ നല്ലൊരു രാജകീയ വരവ് തന്നെയായിരുന്നു. പിന്നെ ഇത്രയും പൈസ കൊടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അവർ നമുക്ക് വെറുതെ അങ്ങ് കൊണ്ടുത്തരല്ല, നമുക്ക് സെർവ് ചെയ്ത് തരികയും ചെയ്തു. സോ നമ്മളെ ഫേമസ് ലക്നൗ ബിരിയാണി ഈസിയ ഇതുവരെ കാണാത്തൊരു ടൈപ്പാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇതിൽ കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ ചപ്പലിലുണ്ട്. ഒരു ഫാഷന് വെച്ചാൻ തോന്നുന്നു. വെളിങ്ങനെ വേണമെന്നും ഇല്ല. പക്ഷെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു പച്ച എന്തോ സാധനം വന്നിന്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ തന്ന സ്ഥിതിക്ക് ഇടുക. പിന്നെ ഇതാ ഈ സാധനം ഉണ്ട്, ഇതും ഇടുക. വലിയ വ്യത്യാസമൊന്നും തോന്നില്ല കേട്ടോ റൈസ് ഒന്നും കണ്ടിട്ട്. പക്ഷേ ലെറ്റ്സ് സീ ഹൗ ഗുഡ് ദാറ്റ് ഈസ്. നല്ല മിക്സ് ആക്കിയിട്ട് അടിക്കുക. ഇത് മിക്സ് ആക്കുക, പച്ച സാധനം മിക്സ് ആക്കുക, ഒരു ചെറിയ കഷ്ണം പീസ് കൊടുക്കുക. പക്ഷെ മസാലയും കൂട്ടിയിട്ട് എന്താണ് ഇത്? സാധാരണ ഒരു സാധനം കേട്ടാ. വെറുതെ റൈസ് നിന്ന പോലെ ഉണ്ട്. ഫ്ലേവറോ കാര്യമൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് വൈമാൻ. പക്ഷെ ചിക്കൻ കൊള്ളാം കേട്ടോ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ബാഡ്. പക്ഷേ ഇറ്റ് ഈസ് ആവറേജ് ഗൈസ്. നമ്മൾ കൊടുത്ത വിശക്കൊന്നുമില്ല. പിന്നെ ഇത്ര ഫേമസ് ആയതിൻ്റെ കാരണം എനിക്ക് വലിയ തോന്നുന്നില്ല. ആധികാരികമായിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഫോർ മീ ഇറ്റ് ഈസ് ആവറേജ്. ഇപ്പൊ മാസ്റ്റർ പറഞ്ഞ പോലെ പ്രത്യേക ഫ്ലേവറും വികാരവും ഒന്നും ഇല്ല. സാധാരണ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണി തോന്നുന്നു കേട്ടോ. ഞാൻ മുംബൈ ബിരിയാണി ഉണ്ട്, ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവർ എന്ന് പറയുന്നില്ല, കുഴപ്പമില്ല. അത്രയാണ് മാസ്റ്റർ പറഞ്ഞ സെയിം അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കുറേ ഫ്ലേവറിൽ ബിരിയാണി നിന്നാണല്ലോ, അതുകൊണ്ടാവും. പിന്നെ ഇവിടെ കോംപ്ലിമെന്ററി ആയിരിക്കും ഗ്രീൻ സാലഡും തൈരും ഉണ്ട്. പിന്നെ ചിക്കൻ നന്നായിട്ടുള്ള ചിക്കനാണ്, നല്ല വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസിയാണ്. ആൻഡ് ഇതിന്റെ മാർക്ക് I'll give it 5 out of 10. എനിക്കൊരു 10ൽ ഒരു 6 കൊടുക്കാം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നതിൽ വെച്ചിട്ട് മോസ്റ്റ് എക്സ്പെൻസീവ് ബിരിയാണി ആയിട്ടൂടെ ലക്നൗ ബിരിയാണിക്ക് തലശ്ശേരി ബിരിയാണിനെ പോയിട്ട് ഹൈദരാബാദി ബിരിയാണിന്റെ അടുത്തെത്താൻ പോലും പറ്റിയിട്ടില്ല. സോ ദേ ആർ ഔട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ. ഇനി നമുക്ക് അടുത്ത ബിരിയാണിക്ക് ഇവരെ പിടിക്കാൻ പറ്റുമോ നോക്കാം. And now we are in Dindigul Thalapakatti ബിരിയാണി. ഗൈസ് ആക്ച്വലി ഇതിനു മുന്നേ ഞാൻ ഈ ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു സർവൈവ് വീഡിയോൻ്റെ ഇടക്കായതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും മര്യാദ ആസ്വദിക്കാൻ വേണ്ടി പറ്റിയില്ല. ഡോണ്ട് വറി ഗൈസ്. ഇതെന്ന് പറയുന്നത് ഹൈദരാബാദി ബിരിയാണി പോലെയും തലശ്ശേരി ബിരിയാണി പോലെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം നോക്കാം ഗൈസ്, ശരിക്കുള്ള ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി എത്ര ടേസ്റ്റ് ഉണ്ട്. തലപ്പാക്കട്ടി ബിരിയാണി നിന്ന് വയറ് നിറയുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഗൈസ് ഹൈദരാബാദി ബിരിയാണി പോലെയും തലശ്ശേരി ബിരിയാണി പോലെയും ഫേമസ് ആണ് ഈ ഒരു ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ഞാൻ പറഞ്ഞു. പക്ഷേ ബിരിയാണി അത്രയും സൂപ്പറാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മൾ കഴിച്ച ഹൈദരാബാദി ബിരിയാണീൻ്റെയും തലശ്ശേരി ബിരിയാണീൻ്റെയും റെസ്റ്റോറൻറ്റ്സിനെ കാട്ടിയും അടിപൊളിയാണ് ഈ ഒരു ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണീൻ്റെ. ഞാൻ ഇതിനു മുന്നേ കഴിച്ചത് മാളിലെ ഫുഡ് കോർട്ട്. അപ്പം ഒരു വലിയ ആംബിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. വിശന്ന് പോയിട്ട് ഇപ്പോൾ വെറുതെ കഴിച്ചതാണ്. പക്ഷേ ഇന്ന് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റിനെ അറിയും. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇമ്പ്രസ്ഡ് ആണ്. ഇനി ബിരിയാണിയും കൂടെ അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ സെറ്റ്. Guys, I am already loving ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. കാരണം നമുക്ക് ഇതുവരെ കിട്ടാത്ത പപ്പടം, മുട്ട,
സാധനമെല്ലാം ഉണ്ട് ഗൈസ്. എനിക്ക് ഇതെല്ലാം എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്, പപ്പടവും. സോ ടേസ്റ്റ് നോക്കുന്നതിന് മുമ്പേ ഇതിന് ഞാൻ ഒരു പ്ലസ് പോയിന്റ് കൊടുക്കുകയാണ്. ഒഫീഷ്യൽ റേറ്റിംഗ് നമ്മളത് കൂട്ടൂല, അത് പ്യൂർലി ബിരിയാണിയുടെ ടേസ്റ്റ് വെച്ചിട്ടാണ്. സോ ആദ്യം തന്നെ ഞാൻ പപ്പടം എടുക്കുകയാണ്, ഒരു കഷ്ണം, പിന്നെ ഒരു മുട്ട, പിന്നെ ചിക്കൻ ഞാൻ ഇങ്ങനത്തെ ഒരു ചിക്കൻ അല്ല വിചാരിച്ചത്. എന്ത് ചിക്കൻ എന്നാ പറയാന്ന് എനിക്കറിയില്ല. എല്ലാം നിങ്ങൾക്ക് വിക്കി പറഞ്ഞതിനായിരിക്കും. ഞാൻ ബിരിയാണി എടുക്കാം. കാണും ഇത് ഒരു ഇറച്ചിച്ചോറ് ടൈപ്പാണല്ലേ. ഇറച്ചിച്ചോറ് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, നമ്മൾ തലശ്ശേരിയിലുള്ള സംഭവമാണ് ഇറച്ചിച്ചോറ്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ തൈര് കിട്ടീന്. പിന്നെ ഈ ഒരു സുനാപ്പിളി കുളമ്പെന്ന് വെച്ചാൽ കറിയാളാ, വേറൊന്നുമല്ല. ശരിക്കും ഇറച്ചിച്ചോറ് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന കേട്ടാ. അതിലും ബെറ്റർ ടേസ്റ്റ് ആവണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ. മോനെ ഇത് പൊളിച്ചു കേട്ടാ. ശരിയല്ലേ, ആ ചിക്കൻ തൊട്ട് കൂട്ടിയിട്ടില്ല, പക്ഷെ റൈസ് തന്നെ വേറെ ലെവല്. ഞാൻ പറഞ്ഞ ഇറച്ചിച്ചോറ് പോലെ ഉണ്ട് കാണാൻ, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പക്ഷെ ലേശം ഒരു പൊടിക്ക് കുറച്ച് എരിവും ആ ഒരു മസാലയെല്ലാം വേറെ ലെവല് കഴിച്ചു. ഇതിനു മുന്നേ കഴിച്ച ചോറിനെല്ലാം മസാല വേറെ അടിയിലായിട്ടാണ്, പക്ഷെ ഇത് മസാല പെരക്കിയിട്ട് എനിക്കറിയില്ല, പക്ഷെ സാധനം കിട്ടും. റീലി ലെവലില്ല. ചിക്കനെ കൊണ്ടൊന്നും പറയാൻ ഞാൻ ആരുമല്ല. സോ ഓവർ ടു യു വിക്ക്. അപ്പോൾ ഇത് തിന്നൊരു ശാസ്ത്രീയ വശമുണ്ട്. മാഷെല്ലാം അറിഞ്ഞുകൂടാ. ചിക്കൻ കുളമ്പ് വെച്ച് എങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയിലെല്ലാം കഴിക്കുന്നത്. ഫുഡ് ഇടുക, ഇറച്ചി കഷ്ണം വെക്കുക, സാലഡിന് കൂടെ വെക്കുക. അടിപൊളിയാ. നമ്മൾ ഇറച്ചിച്ചോറിൻ്റെ ആ ഒരു ഫീലാണ് കാണുമ്പോൾ. പക്ഷേ ടേസ്റ്റ് കംപ്ലീറ്റ് വ്യത്യാസമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മാർഷൽ പറഞ്ഞ പോലെ എനിക്ക് അന്നേരം ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും നല്ല ബിരിയാണിയാണ്. എനിക്കൊന്നും മസാല അടിപൊളി, തലപ്പാക്കട്ടി സ്പെഷ്യാലിറ്റി. കാരണം ഈ റൈസ് ഓൾറെഡി വെട്ടുമ്പോൾ എന്താ പറയുക, മസാല ചേർത്ത് ആക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മസാല കൂട്ട് തന്നെയാണ് ബിരിയാണിക്കകത്ത് ഇതാകുന്നത്. ആ മസാല അടിപൊളിയാണ്. അതിൻ്റെ ടേസ്റ്റ് ബഡ്സിന് ഇതൊരു നല്ലതാണ്, പക്ഷെ ഓവറായിട്ട് നല്ലതൊന്നും പറയുന്നില്ല. ഇവന് ബലിങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നമ്മളാകെ ഒറ്റൊന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിരിയാണി പറഞ്ഞത്, ഇതിപ്പോൾ ഒന്നും കൂടെ വാങ്ങണ്ടേ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു മസാല സെറ്റ് ചെയ്ത് ഞാൻ എന്തായാലും 10-8 കൊടുക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഈ സാധനം. കിടിലോ. ഒരു 10-7 എൻ്റെ ഒരു ഇത്. ഞാൻ ഇനി ശാസ്ത്രീയ വശത്തിൽ തിന്നോക്കട്ടെ. അപ്പം പറഞ്ഞാൽ ഇതാണ് ശാസ്ത്രീയ വശം. നോക്കാലോ. ചിക്കൻ കുളമ്പും തൈരും പപ്പടവും. വെറുതെ അല്ല ഇവന് അത്രക്ക് അടിപൊളിയായിട്ട് തോന്നട്ടെ. ശാസ്ത്രീയ വശത്തിലൊന്നും കഴിക്കരുത്. ഈ ചിക്കൻ കുളമ്പ് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റോ, ചിക്കൻ കുളമ്പ് ഇല്ലാണ്ട് കഴിക്കണം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും കൂടെ ഓർഡർ ചെയ്യട്ടെ പറ്റും. തലപ്പാക്കട്ടി ബിരിയാണി അടിപൊളി ആയിരുന്നെങ്കിലും 15 പോയിന്റായിട്ട് സെക്കൻഡ് ആവാൻ വേണ്ടി മാത്രമേ അധികം പറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ തലശ്ശേരി ബിരിയാണിനെ ആർക്കെങ്കിലും തുടരണമെങ്കിൽ അത് കോഴിക്കോട് ബിരിയാണിക്കേ പറ്റുള്ളൂ. നമ്മളങ്ങനെ ഏറ്റവും അവസാനത്തെ വെറൈറ്റി ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടി കോഴിക്കോട് പാരഗൾ വന്നിട്ടുള്ളത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് തന്നെ ഫേമസ് ആയിട്ടുള്ളതാണ് പാരഗൺ ഇവിടുത്തെ ബിരിയാണി. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി എല്ലാ വെറൈറ്റീസും നമ്മൾ ട്രൈ ചെയ്ത് പാരഗൺ ബിരിയാണി ട്രോഫി തൂക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ കോഴിക്കോട് ബിരിയാണി ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് പാരഗളിൽ വന്നിട്ടുള്ളത്. ഇത്രയും ഫേമസ് ആയ ബിരിയാണി എന്താ പറയുക, ഞാനും എക്സൈറ്റഡ് ആണ്. പക്ഷേ അധികം വർത്താനം പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഫുൾ ആൾക്കാരാണ്, അപ്പുറം ഇപ്പുറം എല്ലാ ആൾക്കാർ. കൂടുതലൊന്നും പറയാനില്ല, ബിരിയാണി വരട്ടെ എന്നിട്ട് കഴിക്കാം. സോ ഗൈസ്, നമ്മളെ ഫേമസ് ചിക്കൻ ബിരിയാണി വന്നിന്. ചിക്കൻ ബിരിയാണി മാത്രമല്ല, അതിൻ്റെ കൂടെ അച്ചാറും ചമ്മന്തിയും തൈരും പിന്നെ പപ്പടം ഉണ്ട്. സാധനം സെറ്റായിരിക്കും ഗൈസ്. ലേശം തൈര്, ലേശം ചമ്മന്തി, പിന്നെ ലേശം അച്ചാർ. നമുക്ക് തലശ്ശേരി ബിരിയാണി എന്നായിട്ട് ആദ്യമായിട്ടാണ് അച്ചാർ കിട്ടുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ ലേശം പപ്പടം. നല്ല ചൂട് ചോറാട്ടോ, നല്ലോണം വെന്തിനാണ്. മസാല കാണാൻ നല്ലുണ്ട്, ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും എല്ലാം മിക്സ് ആക്കിയിട്ട് അടിയായിട്ട് ചോക്കാം. ഫേമസ് പാരഗൺ ബിരിയാണി ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ? ടെൻ ഔട്ട് ഓഫ് 10. വെറുതെ അല്ല ഇത് ഇത്രക്കാരും ഫേമസ്. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിച്ചോണ്ടാണെന്ന് എനിക്കല്ല. നല്ല ഫ്ലേവർ കേട്ടോ, കിടിലം ഫ്ലേവർ. ഇനി ബിരിയാണി അത്ര ഒന്ന് വെറുതെ നോക്കട്ടെ. എന്നാലും പൊളിയടാ, കിടിലം മസാല, കിടിലം ഫ്ലേവർ. മേ ബി എനിക്ക് തലശ്ശേരിനെ കാട്ടിയും ഇതാട്ടോ ഇഷ്ടമായ. കിടിലം സാധനമാ, പൊളി. എന്നെ പറയാമെന്നുണ്ടോ സംഭവം ഇടുക്കിയിട്ടുണ്ട്. പാരഗണിനെ പറ്റി എന്തെങ്കിലും പറയാനില്ല. സാധനം ഓൾറെഡി അടിപൊളിയാണ്, പിന്നെ അത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ചെറിയൊരു ഇത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ചിക്കൻ ചെറിയൊരു ഓവർ ഓയിലി ആയോ എന്നൊരു അംശം. അല്ലാണ്ട് വേറൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ഡേൻ്റെ ആണോ, അതെനിക്ക് കിട്ടിയ റീസെൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. കുറച്ചൊരു ഓയിൽ കൂടി പറയാം, അതല്ലാതെ വേറൊന്നും ഇല്ല പറയാൻ.
ചിക്കൻ്റെ ഓൻ പറഞ്ഞ എനിക്കറിയില്ല കേട്ടോ, ഓയിലും സാധനമൊന്നും. പക്ഷെ എനിക്ക് ബിരിയാണി എന്ന് പറയുമ്പോൾ എനിക്ക് റൈസാണ്. പൊളി, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ ചമ്മന്തിൻ്റെ അച്ചാറിൻ്റെ ആയിരിക്കും, പക്ഷേ സാധനം രക്ഷയില്ല. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, വേൾഡ് ഫേമസ് ആകുന്ന കാരണം ഇതാണ്. എത്ര അടിപൊളി ഞാൻ വിചാരിച്ചില്ല ഇത്ര കാര്യം ടേസ്റ്റ് ഉണ്ടാകും. 10ൽ 10. ആ ഒരു മാർക്കൊന്നും ഉറക്കൂല. കംപ്ലീറ്റ് 10ൽ 9. ഓരിൻ്റെ ഇതുകൊണ്ട് മാത്രം 9, 10ൽ 9. കോഴിക്കോട് ബിരിയാണി വാസ് സോ ഗുഡ് ഗൈസ്. പക്ഷേ സ്റ്റിൽ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ they lost and തലശ്ശേരി ബിരിയാണി വിൻസ് our ബെസ്റ്റ് ബിരിയാണി അവാർഡ്. നിങ്ങൾക്ക് ഏത് ബിരിയാണി ഇഷ്ടം ഗൈസ്? കമന്റ് ചെയ്യ്. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന അടുത്ത വീഡിയോ കണ്ടോ.